ശ്രീ സതീഷ് ഗോപി, ഇപ്പോൾ ഇന്ന് യോഗം ചേർന്നു, ചില തീരുമാനങ്ങൾ എടുത്തു, നമ്മളത് പറഞ്ഞതാണ്. പക്ഷേ ആമയിഴഞ്ചാൻ തോട് എന്ന ഒറ്റ വാക്കിലേക്ക് ഒതുങ്ങിപ്പോയില്ലേ? ആലപ്പുഴയിൽ വാടാപ്പുഴി, അയ്യപ്പൻപുഴി, കൊച്ചിയിലെ മുല്ലശ്ശേരി, പേരണ്ടൂർ, മൂന്നാറിലെ മുതിരപ്പുഴ, അങ്ങനെ എത്രയെത്ര അപകടം കാത്തിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങൾ വഹിക്കുന്ന തോടുകളുണ്ട്. അപ്പോൾ അപകടം സംഭവിച്ച ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാത്രം നോക്കി തീരുമാനമെടുക്കുന്നു, ഒരു പൊതുവായ തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ഇതല്ലേ കുഴപ്പം? വളരെ ശരിയാണ്. ഒരു പൊതുവായ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തേണ്ടതാണ്. കേരളത്തിൽ 41 നദികളുണ്ട്, ചെറുപുഴകളും കനാലുകളും ഒത്തിരിയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബ്രഹ്മപുരം നിന്ന് കത്തി ആ ഏരിയയിലുള്ള ഏകദേശം തൃശ്ശൂർ, കോഴിക്കോട് വരെയുള്ള എയർ പൊല്യൂട്ടഡായി. ആ എയർ, ആ വായു ശ്വസിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ ആൾക്കാർ ശ്വസിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം ഗുരുതരമായ ഒരു വിപത്തുണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഈ ഒരു ടോക്സിൻ പിന്നീട് പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാവും. ബെൽജിയത്തിൽ ഇത്ര ആൾക്കാർ മരണപ്പെട്ടു. അതേപോലൊരു അപകടം, അത്യാഹിതം നമ്മുടെ നാട്ടിൽ നടന്നേനെ. അപ്പം ഇത് തിരുവനന്തപുരത്തെ മാത്രം വിഷയമല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഈ സ്റ്റേറ്റിനെ മൊത്തം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 10-50 കൊല്ലം മുമ്പ് ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്ന ഈ നമ്മുടെ കേരളം ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ അവസ്ഥ വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ശ്രീ പിന്നീട് ഉണ്ണികൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു ഈ മാലിന്യത്തിൻ്റെ കാര്യം പറഞ്ഞു, റെയിൽവേ പറഞ്ഞു. ഈ പിന്നീട് ആമയിഴഞ്ചാൻ തോട് പിന്നീട് റെയിൽവേ ലൈൻ ഉണ്ടാക്കുന്നതിന് മുൻപ്, ഇവിടെ റെയിൽവേ ലൈൻ തിരുവനന്തപുരത്തിന് വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു. ഇത് വാട്ടർ വർക്ക്സ് ഉണ്ടാകുന്ന 1939 ഈ കനാല് വളരെയധികം ഈ പിന്നീട് വാട്ടർ വർക്ക്സിൽ വരുന്ന അധിക വെള്ളം ഇതുവഴി ഒഴുക്കിക്കളയാനും ആ കനാല് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊണ്ടുവന്നതും 1930കളിലാണ്. അതിനുശേഷമാണ് റെയിൽവേ ലൈൻ വന്നത്. അപ്പോൾ റെയിൽവേ ലൈൻ ഇതിൻ്റെ മേളിൽ കൂടെ വന്നു. അന്ന് ഈ പറയുന്ന ആമയിഴഞ്ചാൻ തോട്ടിലൂടെ ഒഴുകിയിരുന്ന വെള്ളം എത്ര ശുദ്ധമായിരുന്നു! മാത്രമല്ല ഇതിൽ പറയുന്നതിൽ ഒരു വലിയൊരു തെറ്റുണ്ട്. അതായത് ഈ തമ്പാനൂരിൽ റെയിൽവേ പ്രോപ്പർട്ടിയിലോട്ട് പ്രവേശിക്കുന്നതിന് മുൻപാണ് ഈ കുപ്പിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം സെഗ്രിഗേറ്റ് ചെയ്യാൻ അവിടെ വല വെച്ചിട്ടുള്ളത്, നെറ്റല്ല, സ്റ്റീൽ ഫെൻസിങ് വെച്ചിട്ടുള്ളത്. ആ സ്റ്റീൽ ഫെൻസിങ്ങിൻ്റെ അവിടെ കളക്ട് ചെയ്ത ബോട്ടിലും ബാക്കിയുള്ള കാര്യങ്ങളും വാരിയെടുക്കുന്നുണ്ട്. അത് എടുക്കാനാണ് അവിടെ ഇറങ്ങിയത്. ഇത് റെയിൽവേക്ക് അകത്തുള്ള പിന്നീട് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കളക്ട് ചെയ്തതല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇന്ന് റെയിൽവേയിൽ എൻ്റെ സുഹൃത്തുക്കൾ പിന്നീട് ഇന്ത്യൻ റെയിൽവേ, സദേൺ റെയിൽവേയിലുണ്ട്. ഞാൻ ഒരു എൻജിനീയറാണ്. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ റിട്ടയർ ചെയ്തു. അതിന് ശേഷം ജൂനിയറായിട്ട് പഠിച്ചവരൊക്കെ ഇന്നും അവിടെ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്? വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നു അത് അവർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. കുപ്പി കളക്ട് ചെയ്യാൻ സംവിധാനമുണ്ട്. അവരുടെ ബാക്കിയുള്ള ജൈവമാലിന്യങ്ങൾ കളക്ട് ചെയ്യാൻ അവർക്ക് കറക്റ്റായിട്ടുള്ള ഇതുണ്ട്. അത് വെച്ച് കളക്ട് ചെയ്യുന്നതും അതെങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അത് ഇതിനകത്തോട്ട് നിക്ഷേപിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. ഒരു ദൃശ്യം ശ്രീ സതീഷ് ഗോപി എനിക്ക് അയച്ചു തന്നിരുന്നു. അതെ, കഴിയുമെങ്കിൽ അതൊന്ന് കാണിക്കണം. ഇപ്പോൾ അങ്ങേക്ക് തുടരാം. എന്നിട്ട് എൻ്റെ കയ്യിലൊരു വീഡിയോ തന്നു. അത് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ തന്നു. ഇത് കാണിക്കണം, ഇന്നത്തെ ഇതിൽ കാണിക്കണം, ഞങ്ങളാണ് ഇവിടെ മാലിന്യം ഉണ്ടാക്കുന്നത് എന്നൊരു ആക്ഷേപമുണ്ട്, ദയവ് ചെയ്ത് കാണിക്കണം. ഇത് അവരുടെ യൂണിറ്റാണ്. ഇതിൽ പ്ലാസ്റ്റിക് മാലിന്യം കളക്ട് ചെയ്യുന്നുണ്ട്. ആ ചാക്കുകളിൽ കെട്ടിവെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യമാണ്. അത് കഴിഞ്ഞ് ഗ്രീൻ ബാഗുണ്ട്. ആ ഗ്രീൻ ബാഗിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ജൈവമാലിന്യങ്ങളാണ്. ജൈവമാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തോട്ടിലോട്ട് നിക്ഷേപിക്കുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഇവിടെ ഈ പറയുന്ന തമ്പാനൂർ ഭാഗത്ത് ഈ തോട്ടിൽ ഇറങ്ങിയത് ഈ റെയിൽവേ പ്രോപ്പർട്ടിയിലോട്ട് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പാന്ന് ഞാൻ പറഞ്ഞു. അവിടെ എങ്ങനെ ഇത്രയും മാലിന്യങ്ങൾ വന്നു? നമ്മുടെ ഈ തോട് എന്തുകൊണ്ട് ഇത്രയും മലിനമായി? ഈ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ കറക്റ്റ് യഥാർത്ഥ ഒരു പിന്നീട് വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ നാട്ടിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി അവസാനം ഇത് കരരൂപത്തിലായി ഇതിൽ നിന്നും ഹൈ ടോക്സിൻ ഉണ്ടായാൽ, നേരത്തെ ശ്രീ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ, അതൊരു വലിയ വിപത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ചാടിക്കും. അതും
മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു മരണം എന്തെങ്കിലും നടന്നാൽ മാത്രമേ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഇതിലേക്കുള്ള ഫോക്കസിങ് വരുന്നുള്ളൂ. അതൊരു വളരെ എന്താ ശരി.